എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി ബീവറേജിൻ്റെ തൊട്ട് പിറകിൽ ആ സർവീസ് റോഡിൽ നമ്മുടെ ആശ്രമം ജംഗ്ഷനിലേക്ക് പോകുന്ന സർവീസ് റോഡിലുള്ള ഗ്രാൻഡ് ബജാജ് എന്ന് പറയുന്ന സർവീസ് സെൻ്ററിൻ്റെ മുന്നിലാണ്. നമ്മുടെ ഈ ചാലക്കുടിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ മോഷണങ്ങളുടെ ഒരു സെഗ്മെൻറ്റ് ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. വിവിധങ്ങളായിട്ടുള്ള മോഷണങ്ങൾ പല ടൈപ്പിൽ നടക്കുന്നു. അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിട്ട് വാഹനങ്ങൾ കൊണ്ടുപോകുന്നു, വാഹനങ്ങളുടെ ബാറ്ററി കൊണ്ടുപോകുന്നു, അങ്ങനെയാണ്. ഇത് ഈ കേസിൽ വലിയ അത്ഭുതമാണ്. അതായത് വാഹനം സർവീസ് ചെയ്യാൻ വേണ്ടി, വാഹനത്തിന്റെ കേടുപാടുകൾ മാറ്റാൻ വേണ്ടി തരാൻ എൻ്റെ പിറകെ നിൽക്കുന്ന ഈ ഗ്രാൻഡ് ബജാജ് എന്ന് പറയുന്ന ഈ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി മേലൂർ പൂവക്കാട്ടുകുന്ന് സ്വദേശിയുള്ള മനു എന്ന ചെറുപ്പക്കാരൻ തൻ്റെ ബൈക്ക് ബജാജ് പൾസർ 200 RS എന്ന് പറയുന്ന വാഹനം, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1,50,000 താഴെ വരുന്ന ഒരു വാഹനമാണ്. ആ ഇരുചക്ര വാഹനം ഇവിടെ കൊടുത്തു. അത് കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് അദ്ദേഹത്തിന് ഫോൺ വന്നു, മറ്റെന്തൊക്കെയോ സംഗതികൾ കുറവുണ്ടെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഇന്ന് ഈ വാഹനം മേടിക്കാൻ വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ മനു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ഇവിടെ ഇരുത്തി ഒരു 12,500 സർവീസ് ചാർജ് അടച്ചു. ഒക്കെ അടച്ച ആളിങ്ങനെ വാഹനം കിട്ടാൻ വേണ്ടി നിൽക്കുക. അപ്പോഴാണ് വന്ന് പറയണേ വാഹനം മോഷണം പോയിന്ന്. ഞാൻ പറയുന്നത്, ഈ മോഷണം പോയി എന്ന് പറയുന്ന സംഭവം വരുമ്പോൾ ഇത് നേരെ ഈ ഉപഭോക്താവിനെ വിളിച്ചറിയിക്കാമല്ലോ. ഇത് ഈ പൈസ അടച്ച് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രതീക്ഷാനിർഭരമായിട്ട് വാഹനം കാത്തിരിക്കുന്ന ഒരാളോട് പറയണത് വാഹനം മോഷണം പോയിന്ന്. ശരിക്കും ഇത് ഇവരുടെ നിരുത്തരവാദപരമായ സമീപനല്ലേ ഈ ഗ്രാൻഡ് ബജാജ് എന്ന് പറഞ്ഞ ഷോറൂമിന്റെ? അല്ല, നിങ്ങൾ പറയും അല്ലേ? ഇതിൽ ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടത്? കേസെടുക്കേണ്ടത് ഗ്രാൻഡ് ബജാജ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെതിരെയാണ്. അവരെ ഏതെങ്കിലും തരത്തിൽ പരാതി കൊടുക്കുന്നുണ്ടോ? അവർ തീർച്ചയായിട്ടും പരാതി കൊടുക്കേണ്ടതാണ്. ഞങ്ങളുടെ ഇതിൽ മോഷണം പോയി എന്ന് പറഞ്ഞു. ഇത് ഈ ചാലക്കുടിയിലെ ഈ മോഷണ സെഗ്മെന്റുകൾ ഒരു സർവീസ് സെന്ററിൽ കൊണ്ടുപോയി വാഹനം കൊണ്ടുപോയി കൊടുത്തിട്ടും ആ വാഹനം സംരക്ഷിക്കാൻ പോലും പറ്റാതെ ആ വാഹനം മോഷണം പോയി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചാലക്കുടിയിലെ ഒരു അവസ്ഥ മനസ്സിലാക്കുക. വാഹനം ഇനി സർവീസ് സെന്ററുകൾക്ക് കൊടുക്കുമ്പോൾ എന്താ ചെയ്യുക? നമുക്ക് എന്തായിരുന്നാലും മനുവിനോട് കാര്യങ്ങൾ ചോദിച്ചറിയാം, എന്താണ് സംഭവിച്ചതെന്നുള്ളത്. എൻ്റെ പേര് മനു, എൻ്റെ വീട് മേലൂര്. ഞാൻ സർവീസ് ചെയ്യാൻ വണ്ടി കൊടുത്തത് 18-ാം തീയതി ശനിയാഴ്ച. സർവീസിന് രാവിലെ കൊടുത്തതാണ് ഇവിടെ. പിന്നെ എന്നെ 2 ദിവസം വിളിച്ചിരുന്നു. ഒരു കോയിൽ കത്തിപ്പോയി, അതുപോലെ കുറെ നെറ്റ് ബോൾട്ടൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. വണ്ടിയുടെ കുറെ സ്പെയർ പാർട്സുകളൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് 12,000 രൂപയുടെ ബില്ല് അവർ പറഞ്ഞിരുന്നു. ബുധനാഴ്ചയാണ് എൻ്റെ അടുത്ത് വന്ന് വണ്ടി എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബുധനാഴ്ച അല്ല, വ്യാഴാഴ്ച രാവിലെ, അതായത് ഇന്ന് രാവിലെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വണ്ടി എടുത്തോളാനായിട്ട്. ഞാൻ രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എൻ്റെ അടുത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ വന്നപ്പോ. അത് കഴിഞ്ഞ് കുറച്ചിറങ്ങിയപ്പോൾ ഷോറൂമിൽ ആളുകൾ എത്തിയതിന് ശേഷമാണ് എൻ്റെ അടുത്ത് പറഞ്ഞു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് പോയിരിക്കുകയാണ്, വണ്ടി 10 മിനിറ്റിനുള്ളിൽ കിട്ടും. പിന്നെ എൻ്റെ 12,425 രൂപ അടപ്പിച്ചതിന് ശേഷമാണ് ഇവർ എന്നോട് പറയണേ വണ്ടി കളവ് പോയി എന്ന്. നിങ്ങളിപ്പോ ഇവിടെ വന്നിരുന്നപ്പോഴൊന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല, വണ്ടി കളവ് പോയി പറഞ്ഞിട്ടില്ല. ഇല്ല പറഞ്ഞിട്ടില്ല. ഇന്ന് നിങ്ങൾ വന്നപ്പോ ഇങ്ങനെ കളവ് പോയി ഒന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല, പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇന്ന് വാഹനം കിട്ടുന്ന പ്രതീക്ഷയോട് കൂടിയാണ് പറഞ്ഞത്. അതെ, നിങ്ങൾ പൈസ അടച്ചു. എന്തിനാ 12,500 അടച്ച്? അത് സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് അവര് ബില്ലും തന്നു. എന്നിട്ട് അവർ എന്റെ അടുത്ത് പറയണേ വണ്ടി ഞാൻ 10 മിനിറ്റ് നേരം കഴിഞ്ഞു, 20 മിനിറ്റ്, അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞു, 1 മണിക്കൂറായപ്പോഴും അവർ പറഞ്ഞ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് പോയി വന്നിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു 1 മണിക്കൂറായിട്ടും കിട്ടാണ്ടായപ്പോഴാണ് ഞാൻ ചോദിച്ചത് എവിടെയാണ് എന്റെ വണ്ടി എന്ന് വെച്ചപ്പോൾ അവർ പറയണേ വണ്ടി കളവ് പോയി എന്ന് പറഞ്ഞു. നേരെ ചാലക്കുടി സ്റ്റേഷനിലേക്ക് പോയി. അവിടെ ചെന്ന് പരാതി കൊടുത്തു. ഞാൻ പരാതി കൊടുത്തത് ഗ്രാൻഡ് ബജാജിനെതിരെയാണ്. പക്ഷെ അവര് പരാതി സ്വീകരിച്ചേക്കണത് എന്റെ ബൈക്ക് മോശം പോയി എന്നൊരു ഇതിനകത്താണ് അവർ പരാതി സ്വീകരിച്ചാണ്. എന്റെ അതിന്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. എന്റെ പരാതി ഗ്രാൻഡ് ബജാജിനെതിരെയാണ്. അതിനവര് പരാതി അവരെടുത്തിട്ടില്ല. ഇത് നിങ്ങൾ ഇവിടെ ഇത് വാഹനം കൊടുക്കാനായിട്ടുള്ള സംഭവം, വണ്ടി ഇവിടെ വെച്ചാണ് കംപ്ലൈന്റ് ആയത്. അപ്പൊ ഏറ്റവും അടുത്തുള്ള ഷോറൂമിൽ കൊടുത്തതാണ്.